അങ്ങനെ സ്നോ വൈറ്റ് രാവിലെ എണീച്ചപ്പോൾ 7 ഡ്രോപ്സിനെയും കണ്ട് പേടിച്ചു. പക്ഷെ ആ 7 ഡ്രോപ്സും വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അവർ അവളെക്കുറിച്ച് ചോദിച്ചു. അവൾ അങ്ങനെ പറഞ്ഞു തുടങ്ങി. അവളെ അവളുടെ രണ്ടാനമ്മ കൊല്ലാൻ നോക്കിയതും അവൾ കാട്ടിലൂടെ രക്ഷപ്പെട്ട് ഓടി വന്നതും എല്ലാം. കഥ കേട്ടപ്പോൾ അവളോട് എല്ലാവർക്കും സ്നേഹം കൂടി. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളോടൊപ്പം താമസിക്കാൻ. അങ്ങനെ അവൾ അവരോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അവർ ജോലിക്ക് പോകുമ്പോൾ അവളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും കതക് തുറക്കരുത്, നിന്റെ രണ്ടാനമ്മ ഇനിയും നിന്നെ കൊല്ലാൻ ശ്രമിക്കും എന്നൊക്കെ. പക്ഷെ കൊട്ടാരത്തിൽ മഹാറാണി മിറർവാളിനോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും പ്രിട്ടി ആയിട്ടുള്ള വുമൻ ആരാണെന്ന്. അങ്ങനെ മിറർവാൾ പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും പ്രിട്ടി ആയിട്ടുള്ളത് സ്നോ വൈറ്റ് ആണെന്ന്. അത് കേട്ടതും മഹാറാണി ദേഷ്യം കൊണ്ട് വിറച്ചു. സ്നോ വൈറ്റിനെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടും സ്നോ വൈറ്റ് മരിച്ചിട്ടില്ലെന്ന് അവൾ അറിഞ്ഞു. അങ്ങനെ സ്നോ വൈറ്റിനെ കൊല്ലാനായിട്ട് മഹാറാണി തീരുമാനിച്ചു. അങ്ങനെ മഹാറാണി ആ മരുന്ന് കുടിച്ച് ഒരു വയസ്സായ സ്ത്രീയുടെ രൂപത്തിലോട്ട് മാറിയിട്ട് സ്നോ വൈറ്റിനെ കൊല്ലാനായി പുറപ്പെട്ടു. അങ്ങനെ മഹാറാണി വീടിൻ്റെ അടുത്തെത്തി വാതിൽ മുട്ടി. സ്നോ വൈറ്റ് എന്ന് വിളിച്ചു. അങ്ങനെ സ്നോ വൈറ്റ് വാതിൽ തുറന്നപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു ഭംഗിയുള്ള ലേസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ദേഹത്ത് ധരിച്ചാൽ നല്ല ഭംഗിയുണ്ടാകും എന്ന്. അങ്ങനെ ആ സ്ത്രീ സ്നോ വൈറ്റിൻ്റെ അരയിൽ അത് കെട്ടിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നോ വൈറ്റ് പെട്ടെന്ന് തലകറങ്ങി വീണു. അവൾ തലകറങ്ങി വീണ സന്തോഷത്തിൽ ആ സ്ത്രീ അവിടുന്ന് പോയി. 7 ഡ്രോപ്സും ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ സ്നോ വൈറ്റ് തലകറങ്ങി വീണത് കണ്ടു. അവർ അവളെ എണീപ്പിച്ചു. പക്ഷെ അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. മഹാറാണി വീണ്ടും മിറർവാളിനോട് ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആരാണെന്ന്. വീണ്ടും മിറർവാൾ സ്നോ വൈറ്റിനെ പറഞ്ഞതും മഹാറാണി ദേഷ്യം കൊണ്ട് വീണ്ടും ഒരു സ്ത്രീയുടെ രൂപമായി മാറി സ്നോ വൈറ്റിനെ കൊല്ലാനായിട്ട് ഒരു പോയ്സൺ കോമ്പ് ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ആ പോയ്സൺ കോമ്പും കൊണ്ട് സ്നോ വൈറ്റിനെ കൊല്ലാനായിട്ട് മഹാറാണി അവളുടെ അടുത്തേക്ക് വീണ്ടും പോയി. വീണ്ടും വാതിൽ തൊട്ടി സ്നോ വൈറ്റ് എന്ന് വിളിച്ചു. സ്നോ വൈറ്റ് അവളുടെ കൊല്ലാനാണ് എന്ന് അറിയാതെ അവൾ വാതിൽ തുറന്നു നോക്കി. അപ്പോൾ തന്നെ ആ സ്ത്രീ ആ പോയ്സൺ കോമ്പ് കൊണ്ട് അവളുടെ തലയിൽ കോമ്പ് ചെയ്തു. അവൾ അപ്പോൾ തന്നെ വീണ്ടും തലകറങ്ങി വീണു.